ലാൽകുമാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങൾ ഇപ്പോൾ പല രീതിയിൽ പുറത്തേക്ക് വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണെന്ന് LDF, CPIM ഇതിനകം തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഏതാണ്ട് ശരിയാണെന്നുള്ളതും നമുക്കറിയാം. ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. ഇതെന്തു തന്നെ സംഭവിച്ചാലും LDFന് വലിയ പരിക്കുകൾ ഉണ്ടാക്കില്ല. എത്ര കുറഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ എല്ലാവരും വിശകലനം ചെയ്തൊരു തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ ഗോവിന്ദമാഷ് തന്നെ ഇത് അപ്രതീക്ഷിത തിരിച്ചടിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇപ്പുറത്ത് സ്വാഭാവികമായി UDFന് അനുകൂലമാകും. അത് BJPക്ക് കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കും എന്നതിനപ്പുറം ഇതൊരു UDFനെ ജനം ആവേശത്തോടെ പുണർന്ന, BJPയെ വല്ലാതെ പലയിടത്തും സ്വീകരിച്ച ഒരു അനുഭവം ആണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? ആപേക്ഷികമായ ഒരു അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടോ BJPയുമായിട്ടോ കമ്പയർ ചെയ്ത് ഒരഭിപ്രായത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലെത്താം. അതിനു മുമ്പ് ഇതെന്താണ് ഇങ്ങനൊരു പരാജയം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ, ഗോവിന്ദമാഷ് അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത്. ആ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത് കോമ്രേഡ്സിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന സഹയാത്രികരോട്, ഇതൊന്നുമല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ബാധ്യത ആ മുന്നണിക്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോകാൻ കഴിയില്ല. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചതാണോ തോറ്റതാണോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ BJP ജയിച്ചതാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മൾ തോറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ആ എക്സ്പ്ലനേഷൻ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയേ പറ്റൂ. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഇടത് രാഷ്ട്രീയത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഇങ്ങനൊരു വിഷയം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതിൽ, ഈ പറയുന്ന ഒരു വലിയ തോൽവിയിലേക്ക് വന്നതിൻ്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘടനാപരമായി അല്ലാതെ രാഷ്ട്രീയപരമായി ഇത് പരിഹരിക്കപ്പെടേണ്ടതാണോ? നോക്കൂ, BJPയുടെ വളർച്ച വലിയ തോതിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കാണുന്നതല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തൊട്ടേ കാണുന്നതാണ്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായ ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പം മുന്നോട്ട് ഉള്ള യാത്ര CPIMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നല്ല യാത്രയായിരുന്നു. കാര്യം നമ്മൾക്ക് നഷ്ടപ്പെട്ട വോട്ട് പരിഹരിക്കാനും യഥാർത്ഥത്തിൽ ജനത്തിനെ കോൺഫിഡൻസിലെടുത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിയമസഭയിലാണെങ്കിലും വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ആ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു വലിയ വ്യത്യാസം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അടിസ്ഥാന വോട്ടുകൾ നമ്മളിലേക്ക് തിരിച്ചു വരികയും പാർലമെൻറ്റിൽ മോഡിയെ ഒഴിവാക്കാനായിട്ടുള്ള വോട്ടുകളാണ് സാധാരണ ചെയ്യുക. അതിനകത്ത് ആ അഭിപ്രായത്തിൽ എനിക്ക് ഒരു വ്യത്യാസവും ഇപ്പോഴുമില്ല. ആ വോട്ടുകൾ, പോയ വോട്ടുകൾ, അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ BJPയെ അവോയ്ഡ് ചെയ്യാനുള്ള വോട്ടുകൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയിൽ അത്രത്തോളം തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു പ്രശ്നം നമുക്കിവിടെ കാണാൻ കഴിയും. അത് ത്രൂ ഔട്ട് കേരളം നമുക്കത് കാണാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിമാനാർഹമായ ഒരു വിജയം നമ്മൾ നേടും എന്ന് തന്നെയാണ് ആദ്യം തൊട്ട് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ CPMും കോൺഗ്രസും കൂടെ ചേർത്ത് വെച്ച് കിട്ടുന്ന സീറ്റിനെക്കാട്ടിലും കൂടുതൽ BJPക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത്, അവരെന്ത് രാഷ്ട്രീയം, ശരിയായ രാഷ്ട്രീയം പറയുന്നു തെറ്റായ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതല്ല, ആ രാഷ്ട്രീയത്തിന് അക്സെപ്റ്റൻസ് വരുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് ചെറുതായി കാണും. കാര്യം വർഗീയതയെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്ന് പറയുകയും ചെയ്യുന്ന ആ സമൂഹത്തിന് തോൽവി നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അപ്പം BJPയുടെ കേരളത്തിലെ ഇൻട്രോട്സ് നമുക്ക് നെഗേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അത് നമ്മുടെ വോട്ടുകളെ ബാധിക്കുന്നു, നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തെ ബാധിക്കുന്നു എന്നുള്ളത് അടുത്ത ഒരു വശം. പിന്നെ നോക്കൂ, ഓരോ വിഷയമെടുത്താൽ നമുക്ക് പല പല കാര്യങ്ങൾ പറയാം. അപ്പോൾ പാറ്റേൺ ഓഫ് വോട്ട് എന്ന് പറയുന്നത് മാറിയിട്ടുണ്ടെന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്ത് അതിന് കാരണം എന്താണ്, എങ്ങനെയാണ് ഈ ജനങ്ങളെ നമ്മൾ പറയുന്ന ശരിയായ രാഷ്ട്രീയം പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നമ്മൾ പറയുന്നത് ശരി, ആ ആശയം ജനങ്ങളിലേക്ക് എത്തണം. അത്രത്തോളം ആശയം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നോക്കൂ, കേരളം ഉണ്ടായ ശേഷം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രൂപീകരണ ശേഷം, സംസ്ഥാനമായി മാറിയതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് സർക്കാരുകളായിട്ട് വ്യക്തിപരമായി ഞാൻ വിലയിരുത്തുന്ന സർക്കാരാണ് കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ.
അതിൽ വലിയ വികസനം, സാധാരണ വികസനത്തിനെക്കാട്ടിലും വലിയ വികസനം സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് കൺമുന്നിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം, ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നോക്കൂ എത്ര വികസനം നടന്നു എന്നുള്ളത്. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ്. ഓരോ കാര്യം എടുത്താലും നമുക്ക് ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം അത് എങ്ങനെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞ അല്ലെങ്കിൽ ഇമോഷണലി ഡ്രിവൺ ആയിട്ട് പറഞ്ഞ ആൾക്കാർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പ്രവർത്തിക്കാതെ മാറി നിന്നവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, നമ്മൾ പറയുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കാതെ പോകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ പാടില്ല എന്നുള്ളതും നിർബന്ധമായും സംഘടനയിൽ മേളിലിരിക്കുന്നവർ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പം എനിക്കിവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രം പറ്റൂ, എനിക്കതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ പ്രവൃത്തി നടത്തേണ്ടത് സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്ന, സംഘടന താഴേക്കിടയിലേക്ക് വരെ മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയോ ഒക്കെ സംസ്ഥാന ഭാരവാഹികളാണ് അതിനകത്തൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനൊരു തീരുമാനം വലുതായി വരണം. പിന്നെ ഈ പറയുന്ന ഒരു കാര്യം കൂടെ വളരെ ഗൗരവത്തോടുകൂടി ഞാൻ പറയുന്നതാണ്. എനിക്ക് എല്ലാ നേതാക്കന്മാരോടും വ്യക്തിപരമായി വലിയ സ്നേഹവും, കാര്യം ആ വ്യക്തിപരമായ നേതാക്കളോടുള്ള സ്നേഹം എന്നത് ആശയപരമായ CPM-നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത്. അത് അങ്ങനെയാണ് നോർമൽ കോഴ്സിൽ വർക്ക് ചെയ്യുന്നത്. ഒരു സാധാരണഗതിയിൽ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു വിവാദപരമായ ഒരു പ്രശ്നം വരുമ്പം ആ ചാടിക്കേറി നേതാക്കന്മാർ ചിട്ടയില്ലാതെ അഭിപ്രായം പറയുന്നു എന്നൊരു തോന്നൽ സഖാക്കന്മാരുടെ ഇടയ്ക്കും പൊതുസമൂഹത്തിനിടയ്ക്കുമുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് ഇത് നമുക്ക് ചേരുന്നൊരു അഭിപ്രായമല്ലല്ലോ എന്ന് തോന്നി അത് തിരുത്താനായി നമ്മൾ ഓടി നടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെയല്ല സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകാതെ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരാളാണ് മുഖ്യമന്ത്രി. ഞാനതിനെ റോൾ മോഡലായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, മറ്റാൾക്കാർ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നൊരു കാര്യമാണ്. നോക്കൂ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്നെ കേൾക്കുന്നവർക്കറിയാം. പക്ഷേ ഇതും വെളിയിൽ വരണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതും ആരേലും ഒരാൾ പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നതാണ്. ആരേലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അഭിപ്രായം പറയുന്ന ആൾക്കാർ, നേതാക്കന്മാർ പല ആൾക്കാരും അഭിപ്രായം പറയുമ്പം അത് ഇടത് രാഷ്ട്രീയവുമായിട്ട് ചേർന്നതോ നമുക്ക് ഗുണപ്രദമല്ലാത്ത ഒരു അഭിപ്രായം പല മേഖലകളിൽ നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും തന്നെ വരുമ്പം നമുക്കത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇത് വെച്ചാൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്ന കാര്യം നടത്തിയിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആശയം അറിയാവുന്നവർക്ക് പോലും ഇത് തെറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യവും പലപ്പോഴും കടന്നു വരാറുണ്ട്. പരിഹരിക്കപ്പെടേണ്ട താങ്കളത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ഒന്നിടപെട്ട് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ന് വന്ന ഫലം താങ്കൾ ഈ പറഞ്ഞ ഒരു വ്യക്തമാകാത്ത ഞാൻ വ്യക്തമാക്കി തരാം. അല്ല, അത് ഞാൻ താങ്കൾ തന്നെയാണ് വരുന്നത്. ആ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. താങ്കൾ പറഞ്ഞ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ പാർട്ടി പരിശോധിക്കും, തിരുത്തും എന്നൊക്കെ ഇന്ന് ഗോവിന്ദ മാഷ് ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി താങ്കളോട് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു ചോദ്യം കൂടി വയ്ക്കുന്നത് ഇതാണ്. സ്വാഭാവികമായ ഒരു തിരിച്ചടിയല്ല, ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് LDF പ്രതീക്ഷിക്കാത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയല്ല ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചകളിൽ നമ്മളൊക്കെ തന്നെ ആ ചർച്ചകളിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞതാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പക്ഷേ അതേസമയം അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ള അപ്പുറത്ത് അതിൻ്റെ തന്നെ കൃത്യമായ ട്രാൻസ്ലേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു കണക്കാണോ UDFന് കിട്ടിയ ഈ നേട്ടം? UDFൻ്റെ നേതാക്കൾ പറഞ്ഞത് കേട്ടല്ലോ, വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചു എന്നാണ്. അങ്ങനെ ഒരു സമ്മാനിക്കൽ ജനം UDFന് നടത്തിയതാണോ, അതോ UDFനുണ്ടായ തിരിച്ചടി അവർക്കാണ് ആ വോട്ടുകൾ വന്നത് എന്നതുകൊണ്ട് അവർ വിജയിച്ചു എന്നുള്ളത് മാത്രമാണോ? അത് BJPക്കും അങ്ങനെ തന്നെയാണോ? അതിനൊരു വിശദീകരണം വേണമല്ലോ. അതെ, ഞാൻ ആദ്യം പറഞ്ഞത് നോക്കൂ, ഞാൻ വ്യക്തതയോട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞെന്താ, BJPയോ കോൺഗ്രസിനെയോ ഫാക്ടർ ആക്കിക്കൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കാതെ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റേ പ്രശ്നം അവരങ്ങ് രക്ഷപ്പെട്ടു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ചിന്തയ്ക്കകത്ത് എനിക്കൊരു സംശയമില്ല. കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു കൺസോൾട്ടേഷൻ ഒരു സൈഡിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഞാൻ അതിനെ കാണുന്നില്ല എന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുപരി
ഇവിടെ ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട്. ആ പോളറൈസേഷൻ പൊളിറ്റിക്സിനെതിരെ നമ്മൾ കുറേ നാളുകളായി ഗോവിന്ദമാഷ് ഉൾപ്പെടെ, അല്ലെങ്കിൽ CPM ഏറ്റവും സമുന്നതനായ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഉൾപ്പെടെ പറയുന്നുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ആൾക്കാരുടെ മനസ്സിൽ തീകോരി ഇടാനൊരു ശ്രമം നടത്തുന്നു. ആ തീകോരി ഇടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്ത് രാഷ്ട്രീയമായി എതിർത്തിട്ടുണ്ട്. അത് ഒരു സമൂഹത്തിനെതിരെയുള്ള നമ്മുടെ നിലപാടാണെന്ന് ചിത്രീകരിക്കുകയും അതിന് പ്രചരണം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥ വന്നത്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനത്തിനെതിരെയുള്ള വിലയിരുത്തലായി കാണുന്നില്ല. ഞാൻ കാണുന്നത്, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനകത്തുണ്ടാവും. അതിനകത്ത് കുറേയൊക്കെ ആൻറ്റി ഇൻകംബൻസിയും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, അതാ പറഞ്ഞേ, ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പുറകോട്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ആൻറ്റി ഇൻകംബൻസി കൊണ്ടല്ല. അതിപ്പം കഴിഞ്ഞ പ്രാവശ്യവും ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പും ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ആൻറ്റി ഇൻകംബൻസിക്ക് ഉപരി വർഗീയതയുടെ ഒരു വലിയ എലമെൻറ്റ് കേരളത്തിൽ എത്രമാത്രം പോളറൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, അത് വായിക്കേണ്ടത് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും അതുകൂടാതെ തിരുവനന്തപുരത്തുള്ള BJPയുടെ വിജയവും കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ ഒരു സമുദായം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപകടം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിനെ റദ്ദ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ശക്തമായി നടത്താൻ സംഘടനയ്ക്ക് നമ്മൾ സജ്ജരായി നിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി.